അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ നമ്മൾ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗൂഗിളിൻ്റെ ആണത്. അപ്പോൾ ഗൂഗിൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മൊബൈലുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇച്ചിരി നിയന്ത്രിക്കാനും സമയമിടാനും, പ്രത്യേകിച്ചും കുട്ടികളുടെയൊക്കെ. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും ഫോണുണ്ട്. എത്ര മണിക്കൂർ അവർ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ് ഗൂഗിൾ ഫാമിലി ലിങ്ക്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഫാമിലി ലിങ്കെന്നോ അല്ലെങ്കിൽ പാരൻ്റൽ കൺട്രോളെന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരാണോ ഈ ഫോണുകൾ മാനേജ് ചെയ്യുന്നത്, ഇപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫോണിലേക്ക് പോവുക. എന്നിട്ട് അതിനകത്ത് ഇവരുടെ തന്നെ ഫാമിലി ലിങ്ക് പാരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ രണ്ട് ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഫോണിൽ വന്നിട്ട് പ്ലേ സ്റ്റോറിൽ ഫാമിലി ലിങ്ക് പാരൻ്റൽ കൺട്രോളും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്പ് കിട്ടും. ഓപ്പൺ ചെയ്യുക. പിന്നെ സെറ്റപ്പ് ചെയ്യാൻ പറയും. ആരെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇതിൽ വേറെ എത്ര അക്കൗണ്ട്, ഒരാളാണ് സാധാരണ ഫോണിൽ കാണുള്ളൂ. പക്ഷേ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടിട്ട് ആരെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സൂപ്പർവൈസ്, നമ്മുടെ കുട്ടിയുടെ ഫോൺ സൂപ്പർവൈസ് ചെയ്യാൻ, അതായത് നമ്മൾ മേൽനോട്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആരാണ് പിതാവ് മാതാവ്, ആരുടെ അക്കൗണ്ടിലാണ് ഇതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്, ഇമെയിൽ ID കൊടുക്കുക. പാസ്വേഡ് ചോദിക്കും. ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുത്ത് ഓക്കെ അടിച്ച് കഴിയുമ്പോൾ അത് പിതാവിൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിടും. നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ, മറ്റൊരു ഫോണിൽ ലോഗിൻ ചെയ്യാൻ നോക്കിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉവ്വ, അത് ഞാനാണ് എന്ന് പറയുക. ആ കുട്ടിയുടെ മെയിൽ ID അല്ലെങ്കിൽ ആ ഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടാവും, അതും കൂടി ഇടുക. കുട്ടിയുടെ പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ആരാണോ നിയന്ത്രിക്കാൻ പോകുന്നത് അവർ ഈ ഫോണിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഇച്ചിരി അധികാരമൊക്കെ ഉള്ള ഒരാൾ. ഹലോ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം അനുവദിക്കുക. മാതാപിതാക്കളുടെ ഫോണിൽ നിന്ന് അതിനെ നോക്കുകയും കാണുകയും, എന്തൊക്കെ സൈറ്റാണ് നോക്കുന്നത്, ഏതൊക്കെ ആപ്പ് എത്ര നേരം ഉപയോഗിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിട്ടേക്കാം. എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാമോ ഇല്ലയോ, ഇപ്പോൾ 12 വയസ്സിൽ താഴെയുള്ളവരെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ 16 വയസ്സിൽ താഴെ, 18 വയസ്സിൽ താഴെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാം. സിനിമകൾ ഏതൊക്കെ കാണാൻ പാടില്ല, ബുക്സ് ഏതൊക്കെ കാണാൻ പാടില്ല. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ മാത്രം ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി. പിന്നെ ഏതെങ്കിലും സൈറ്റിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇൻ്റർനെറ്റ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചെയ്യാവുന്നതാണ്. അതല്ലേ അതുപോലെ തന്നെ വിടുക. സെർച്ച്, ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്യാൻ പാടില്ല, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറയും, ഡണ്ണ്. അപ്പോൾ അങ്ങനെ ആ ഫോണ് പാരൻ്റൽ കൺട്രോൾ തുടങ്ങി. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യാം. ഡെയിലി എത്ര സമയം ഈ ഫോൺ ഉപയോഗിക്കാം, രാത്രിയാവുമ്പോൾ ഈ ഫോൺ തന്നെ ലോക്കായി പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡെയിലി സമയം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അതല്ലെങ്കിൽ ഇപ്പോൾ 11 മണി അല്ലെങ്കിൽ 10 മണി രാത്രി ആകുമ്പോൾ ഫോൺ തന്നെ ലോക്കായി പോകും. പല ആപ്പുകളും നമുക്ക് ബ്ലോക്ക് ചെയ്യാം, എത്ര ആപ്പുകളുണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ എത്ര ഡിവൈസ്, എത്ര ഫോണ് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഈ കുട്ടി ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. അതുപോലെ ലൊക്കേഷൻ ഷെയറിങ്, ഈ ഫോൺ എവിടെയാണോ പോകുന്നത് ആ ലൊക്കേഷനൊക്കെ, ഇപ്പോൾ സ്കൂള് കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കുട്ടിയുടെ ഫോണിൻ്റെ സൈഡിൽ. ഇനി നമ്മൾ മാതാപിതാക്കളുടെ ഫോണിലേക്ക് വരിക. എവിടെയാണോ ആ ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവിടെ മുകളിൽ വരുമ്പോൾ അതിങ്ങനെ സൈഡിലേക്ക് പോകാനുള്ളതൊക്കെ കാണിക്കും. അപ്പോൾ ഒരു കുട്ടി, അടുത്ത കുട്ടി, അങ്ങനെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഈ കാണുന്നതാണ്. അതിപ്പോൾ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ തന്നെ ലോക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുകയോ ചെയ്യാം. ഇത് പൂട്ടാം. ആ ഫോൺ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തുറന്നാൽ മാത്രമേ തുറക്കുകയുള്ളൂ. കാണാതെ പോയി കഴിഞ്ഞാലൊക്കെ ഇത് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂട്ടിക്കളയാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുറന്നു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ, എവിടെയാണെങ്കിലും. ഈ രണ്ട് ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടാവണമെന്നേ ഉള്ളൂ, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ചെയ്യാം. അതുപോലെ എക്സ്ട്രാ സമയം, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റൊക്കെ ചെയ്യാണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ ഉപയോഗിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ സമയം കൊടുക്കാവുന്നതാണ്. അതിനാണ് ഈ ബോണസ് ടൈം എന്ന് പറയുന്നത്. അത് എത്ര മിനിറ്റ് കൊടുക്കണം എന്ന് കൊടുത്തത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ വരും. വീക്കിലി, അതായത് ആഴ്ചയിൽ എത്ര സമയമാണ് വേണ്ടതെന്ന്. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി വരെ ഞാൻ 3 മണിക്കൂറാണ് കൊടുത്തേക്കണേ. ശനി, ഞായർ 5 മണിക്കൂറും. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും വേറെ വേറെ സമയം കൊടുക്കാവുന്നതാണ്.
എന്നിട്ട് ഡൺ എന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓരോ ദിവസത്തെ ലിമിറ്റ് ഓരോ രീതിയിൽ വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് തോന്നിയ പോലെ വയ്ക്കാം. ഒറ്റ ദിവസത്തെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും മാറ്റാം. എന്നിട്ട് ഡൺ ചെയ്താൽ മതി. ഈ മോളിൽ പറയുന്ന ഡെയിലി ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ദിവസത്തെ പരിധിയാണ്. ആ ദിവസം അത്ര നേരം ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോൺ ലോക്കായി പോകും. ഡൗൺ ടൈം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഫോൺ ഓഫായി പോകും. പിള്ളേരൊക്കെ രാത്രി മുഴുവൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ആഴ്ചയിലേക്കുള്ളത് ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് രാത്രി 11 മണിയായ ഫോൺ ലോക്കായി പോകും. രാവിലെ 6:30 ആകുമ്പോഴാണ് അത് തുറക്കുകയുള്ളൂ. അത് ഞായറാഴ്ച. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ശനി വരെ 5:30 തുറക്കും. ഞായറാഴ്ച 6:30 തുറക്കുകയുള്ളൂ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേക സമയം വേണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ്. അടയ്ക്കുന്ന സമയം അതുപോലെ രാവിലെ എത്ര മണിക്ക് തുറക്കുന്നു അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റാവുന്നതാണ്. അങ്ങനെ ചെയ്ത് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ആപ്ലിക്കേഷൻ ലിമിറ്റ് ചെയ്യാം. യൂട്യൂബ് 3 മണിക്കൂർ മതി അല്ലെങ്കിൽ 1 മണിക്കൂർ മതി എന്നുണ്ടെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട ആപ്പുകൾ എടുത്തിട്ട് നമ്മൾ സെറ്റ് ലിമിറ്റ് എന്നടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സമയം സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഡൺ. അതുപോലെ വാട്സാപ്പ് ദിവസം മുഴുവൻ വാട്സാപ്പിൽ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ നമുക്ക് എത്ര വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് സെറ്റ് ലിമിറ്റ് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ക്രോമൊക്കെ എത്ര മണിക്കൂർ ഉപയോഗിക്കാം. അതുപോലെ അത്യാവശ്യമുള്ള ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവറായി യൂസ് ചെയ്യുന്ന ആപ്പുകളുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് സമയം സെറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി ആവറേജ് ഇപ്പോൾ ഈ കുട്ടിയുടെ ഇന്നത്തെ ഉപയോഗമാണ് ഈ കാണിക്കുന്നത്. ഈ കുട്ടി ആവറേജ് ഒരു മാസത്തിലൊക്കെ എന്തുമാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നിയന്ത്രണങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തോന്നിയ പോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അപ്രൂവൽ വേണം എന്ന് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും അപ്രൂവൽ വേണം. അതല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കുന്നതിന് മാത്രം അപ്രൂവൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ അപ്രൂവൽ വേണ്ട എന്ത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതുപോലെ ആപ്പ് ഗെയിംസ് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ബുക്കുകൾ എന്തൊക്കെ വായിക്കാൻ പാടില്ല, അപ്പോൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വായിക്കണ്ട എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ റെസ്ട്രിക്റ്റഡ് മോഡ്, അതായത് യൂട്യൂബിൽ കമൻറ്റ് അങ്ങനെയുള്ളതൊന്നും വായിക്കാനോ ഇടാനോ ഒന്നും പറ്റില്ല. പിന്നെ അനാവശ്യമായ വീഡിയോകളൊന്നും കാണൂല. നല്ല വീഡിയോകൾ മാത്രമേ വരുള്ളൂ ഇതിട്ട് കഴിഞ്ഞാൽ. ഒരു നല്ല സെറ്റിംഗ് ആണത്. അതുപോലെ ക്രോം, അത് ബ്രൗസർ, എല്ലാ സൈറ്റുകളും സമ്മതിക്കാവോ ഇല്ലയോ, അനാവശ്യ സൈറ്റുകളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതാണ് സാധാരണ രീതിയിൽ ചെയ്തു വെക്കേണ്ടത്. അത് ചെയ്തു വെച്ചാൽ ബാക്കി സെർച്ച് ചെയ്താലൊന്നും കിട്ടില്ല. പിന്നെ സെർച്ചിൽ ഫിൽറ്റർ, അപ്പോൾ അനാവശ്യമായ വാക്കുകൾ കണ്ടൻറ്റുകൾ ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരുപാട് സെറ്റിങ്ങുകളുണ്ട്. പക്ഷേ പൊതുവായ രീതിയിൽ ആവശ്യമുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫോൺ ഇപ്പോൾ കുട്ടിയുടെ എവിടെയാണ് ഉള്ളത്, അതിലെത്ര ബാറ്ററി ഉണ്ട്, എന്ത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നു, ലോക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ കാണാൻ പറ്റും. വേറെ ഏതെങ്കിലും സാധനങ്ങളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്നാണ് ചെയ്തത്, എവിടെയാണ് അതിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ നിന്നിട്ട് നമ്മളിത് ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസ് ഇപ്പോൾ ലോക്കായിപ്പോയി. 1 മണിക്കൂർ 19 മിനിറ്റ് ബാക്കിയുണ്ട് ഇന്നത്തെ കണക്കിൽ. പക്ഷേ ഫോൺ ഇപ്പോൾ ലോക്കാണ്, ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ആ ഫോൺ തുറന്നു. ഇതൊക്കെ വീടുകളിൽ ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യമുള്ളതാണ്. ലൊക്കേഷനിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് കാണാം. റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാറ്ററി തീർന്ന് ഓഫായി പോയതാണോ അല്ലയോ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ എന്നൊക്കെ ഉള്ള ടെൻഷനൊന്നും വേണ്ട. ബാറ്ററി തീർന്നാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവും എവിടെയാണ് എപ്പോഴാണ്. രണ്ടുപേരും വീട്ടിലുണ്ട്, ഏത് ലൊക്കേഷൻ വീടാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആപ്പ് കൊണ്ടുള്ള ഒരു പ്രയോജനം. വളരെ നല്ലൊരു ആപ്പാണ്, ഫ്രീ ആണ്, ഗൂഗിളിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ഫോണ് നമ്മൾ ഇവിടുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ആ ഫോൺ ലോക്കാവും. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വരുമ്പോൾ നേരെ ലോക്കാവും. ലോക്കായി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായി, നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് ആരോ ഒരാൾ ഈ ഫോൺ ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ള മെസ്സേജും വരും. എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അതിൽ ഉപയോഗിക്കാൻ പാടില്ല. നേരിട്ട് ലോഗിൻ ചെയ്ത് കുട്ടിയുടെ ഫോണിൽ നോക്കി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ അൺലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.